ചേട്ടനാണ് ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർ. പക്ഷേ അതെ നീ മറ്റേ ശവം കൊണ്ടുവന്ന വണ്ടി ഓടിക്കുന്ന ആളുകളാ, നീ ശവം അറിയില്ലടാ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. ഇപ്പോൾ അതിൻ്റെ ബോഡി ആയിട്ടാണ് ഞാൻ ആ വീട്ടിലോട്ട്. അപ്പോൾ അമ്മ ചോദിച്ച 2-3 ചോദ്യങ്ങളുണ്ട് എൻ്റെ അടുത്ത്. നീ തിരിച്ച് മോനെ ജീവനോടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ, പോയി എൻ്റെ മോൻ പോയില്ലേ, ഇനി എനിക്ക് ആരുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന കരയുന്നൊരവസ്ഥയുണ്ട്. അത് ഭീകരമാണ്, ഭയാനകമാണ്. ഒരു കോള് വരികയാണ് എനിക്ക്. കയറി ചെല്ലുമ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ തൂങ്ങി ഹാങ് ചെയ്ത് നിൽക്കുക. അപ്പോൾ 23 വയസ്സുണ്ടായിരുന്നുള്ളത്. പ്രണയ നൈരാശ്യമാണ്. എനിക്കത് എക്സ്പ്രസ് ചെയ്തറിയിക്കാൻ പറ്റില്ല. നമ്മൾ തൊണ്ടയൊക്കെ ഇടറിയിട്ട് കണ്ണിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് എന്ത് അവരോട് പറയണോ അല്ലെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നോ അറിയാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന കുറേ നിമിഷങ്ങളുണ്ട്. ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവിട്ട് തിരിച്ച് അവർ മരിച്ചു എന്ന് പറഞ്ഞ് തിരിച്ച് വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞ് നോക്കും. ആരോ വണ്ടിയിൽ ഇരിക്കുന്ന ഒരു തോന്നൽ നമുക്ക് വരും. ആ സ്ട്രക്ചറിൽ കിടക്കുന്ന ഒരു തോന്നൽ വരും. ഒരു രൂപ ഇങ്ങനെ പോകുമെന്ന് തോന്നും, ഒരു രൂപ ഇങ്ങനെ കയറി വരുന്നതായിട്ട് തോന്നും വണ്ടി അടുത്തോട്ട്. ചില ആൾ സൈഡിൽ നിൽക്കുന്നതായിട്ട് തോന്നും. വണ്ടി വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഈ നോട്ടെടുത്ത് നോട്ടപ്പോൾ ഈ 2 നോട്ടിലും ബ്ലഡാണ്. 2 നോട്ടിലും നിറഞ്ഞ് ബ്ലഡ് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കങ്ങ് ഒരു മനസ്സിനൊരു വിഷമം. ഞാൻ ഇതും മേടിച്ചുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് വേറെ അറിയത്തില്ല. ഞാൻ സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എവിടെ പോയാലും, ഇപ്പം കഫിലിൽ വെക്കണ ഒരു ബോഡി ആയാലും, അല്ലാതെ ഇപ്പോൾ ഹിന്ദുക്കളുടെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും ഞാനും കൂടെ ചേർന്ന് നിന്ന് നമ്മൾ പിടിച്ചെടുത്തു. അപ്പോൾ അതിലെനിക്ക് ഇതുവരെ ഒരു കുറച്ചിലോ കാര്യങ്ങളോ തോന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് അതെന്തോ ഒരു ഐത്യം പോലെയാണ്. ചിലർ അടുത്തു പോലും നിൽക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസും അവിടെ ഇല്ല ഒരു വണ്ടിയിൽ. നമ്മൾ ഈ 100, 120, 130 അറിഞ്ഞെത്തിച്ച് പോകുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ജീവൻ പോലും നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ആ ഒരു അഡ്രിനാലിൻ്റെ സ്പൈക്കാണ് ആ ടൈമിൽ ഹെഡിൽ. എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നൊരു മൈൻഡിലാണ് നമ്മൾ പോവുക. പേഷ്യൻറ്റിനെ കയറ്റി കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കും. കൈയും കാലും ഒക്കെ നമ്മൾ ടൈ ചെയ്തൊക്കെ വെച്ചിരിക്കുക. അതൊക്കെ വലിച്ചൂരും. എല്ലാം വലിച്ചൂരിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കും. ഭയങ്കര നിലവിളിയായിരിക്കും. ഇപ്പോൾ 80% വെന്ത ആൾക്കാരൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ പിന്നെയും കുഴപ്പമില്ല. ഈ 30, 25, 30, 40 ശതമാനമൊക്കെ വേവുന്ന ആൾക്കാർ ഭയങ്കര പ്രശ്നമാണ്. ചിലർ കയ്യിൽ കയറി പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മളവരെ എടുക്കാൻ പോകുമ്പോഴത്തെ കൈ കയറി പിടിക്കും. അപ്പോൾ അവരുടെ ആ ഒരു തൊലി മൊത്തം നമ്മുടെ കയ്യിലിരിക്കും. കഴിഞ്ഞ മാസം എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ വെറും 4300 രൂപയാണ്. ഫുഡും എല്ലാം കഴിയും. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാ 4300 ഒരിക്കലും പറ്റത്തില്ല. ജീവനും കൈപ്പിടിച്ചുകൊണ്ട് നിലവിളി ശബ്ദം ഇട്ടുകൊണ്ട് ഈ ട്രാഫിക്കിലൂടെ പാറിപ്പറക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കേസിന് ശേഷം അടുത്ത കേസിലേക്ക് അടുത്ത ജീവവാഹകരായി സ്റ്റീറിങ്ങിലേക്ക് കൈവയ്ക്കുന്നവരെ കൃത്യമായിട്ടൊന്നും ആരും ഇതുവരെ അനുമോദിച്ചു കണ്ടിട്ടില്ല. അങ്ങനെയാണ് മൂവി വേൾഡ് മീഡിയ ഓൺലൈൻ ആംബുലൻസ് ഡ്രൈവേഴ്സിൻ്റെ ജീവിത യാത്ര, ജീവിതാനുഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഭിമുഖം ചെയ്യാമെന്ന് കരുതുന്നത്. ആംബുലൻസ് ഡ്രൈവറായ വിജയാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. വിജയ്, എത്ര കാലമായി ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട്? ഞാനിപ്പം കറൻ്റ്ലി 2 years ആയി. 2 yearsന് മുകളിലായി ഇപ്പം ആംബുലൻസ് ഫീൽഡിൽ. അതിന് മുമ്പ് സ്റ്റഡീസ് ആയിരുന്നു. അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ആംബുലൻസ് ഫീൽഡിലോട്ട് വന്നത്. ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ആ രോഗിയുടെ ജീവൻ തന്നെ രക്ഷിക്കാനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള ഫാക്ടറായിട്ടാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയ ചാലഞ്ച് എന്താ ശരിക്കും ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക്? ഏറ്റവും വലിയ ചലഞ്ച് ഇപ്പം എറണാകുളം അല്ലെങ്കിൽ കൊച്ചി വെച്ച് നോക്കുവാണെങ്കിൽ മെയിനായിട്ട് ഇവിടുത്തെ ലോക്കൽ ഡ്രൈവേഴ്സാണ്. കാരണം നമ്മളിപ്പം ഈവൻ സൈറൺ അല്ലെങ്കിൽ ഹോണ് എല്ലാം അടിച്ചു വന്നാലും ചില ആൾക്കാർ വണ്ടി മാറ്റൂല. പിന്നെ അതുപോലെ തന്നെ ചില പ്രത്യേകതര ആൾക്കാരുണ്ട്. അവർ വണ്ടി ആംബുലൻസ് വരുന്ന കണ്ടാൽ റൈറ്റിൽ കിടക്കുന്ന വണ്ടി ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് എടുത്ത് വെക്കും. അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് നമ്മളൊരു ആംബുലൻസ് മറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പുളിഞ്ചോട് വെച്ചിട്ട്. അത് ഇതേപോലെ ഒരു സീരിയസ് പേഷ്യൻറ്റിനെ അവിടുന്ന് അങ്കമാലിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക കളമശ്ശേരിക്ക്. വരുന്ന വഴിക്ക് ഒരു ലോറിക്കാരൻ യൂട്ടേൺ അശ്രദ്ധ പിടിച്ച് യൂട്ടേൺ എടുത്ത വഴിക്ക് ആംബുലൻസ് ചവിട്ടി കിട്ടിയില്ല. അങ്ങനെ കുത്തി മറിഞ്ഞു പോകണം. എന്നിട്ട് ലോറിക്കാരൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഡ്രൈവറും അതിൻ്റെ തൊട്ട് അടുത്തിരുന്ന ബൈസ്റ്റാൻഡറും സീറ്റ് ബെൽറ്റ് ഇട്ടത് കൊണ്ട് സത്യം പറഞ്ഞാൽ അവർക്കൊന്നും സംഭവിച്ചില്ല. എന്നാൽ വണ്ടിയുടെ ബാക്കിലിരുന്ന അതുലെന്ന് പറഞ്ഞാൽ നമ്മൾ EMT ഉണ്ട്, അവന് സാരമായിട്ട് പരിക്കുണ്ടായിരുന്നു, ചതവുണ്ടായിരുന്നു പുറത്തെല്ലാം. പക്ഷേ സംഭവിച്ചാൽ ആ പേഷ്യൻ്റ് മരിച്ചു കേട്ടോ. അത് വലിയ സങ്കടപ്പെട്ട കാര്യമാണ്. പേഷ്യൻ്റ് രക്ഷിക്കാൻ പറ്റിയില്ല. ഈ ആംബുലൻസ് ചീറിപ്പായുമ്പോഴേ അതിനൊരു ലാക്കാക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വരുന്ന വണ്ടികളുണ്ടല്ലോ, അതെ ഉറപ്പായിട്ടും അവരുടെ ആ ഒരു മനോഭാവം കാണുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? ശ്രദ്ധിക്കാറില്ല മെയിനായിട്ട്. കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ടും പിറകിൽ വരുന്നത് ബൈക്കേഴ്സാണ്. ബൈക്കിൽ പിള്ളേരാണ് മെയിനായിട്ട് പിറകിൽ വരിക. ഇവരിങ്ങനെ പിറകിൽ വന്നുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആംബുലൻസ് ചവിട്ടിയാൽ നിൽക്കും. അപ്പോൾ ഇവരുടെ ഫ്രണ്ട് ബ്രേക്ക് ചിലർ പാനിക്കായിട്ട് ഫ്രണ്ട് ബ്രേക്ക് മാത്രം പിടിക്കും. അപ്പോൾ ടയർ സ്ലിപ്പാവും, നേരെ വന്ന് ബോണ്ടിൽ അടിച്ച് കയറും, ബാക്ക് ബോണ്ടിൽ. അങ്ങനെ 2-3 സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻസ് എനിക്ക് ഈ റീസെൻ്റായിട്ട് നടന്നിട്ടുണ്ട്. വണ്ടിയുടെ ബാക്കിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ ഓടുന്ന ആൾക്കാർ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് വെട്ടിച്ച് കയറി വരും. നമ്മൾ ചവിട്ടി ഓട്ടും കൊണ്ടുവച്ചിടിക്കും.
ഇപ്പോൾ ഹെൽമെറ്റ് തലയിൽ ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് തല പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ചിലർ നെഞ്ച് പേടിക്കുന്നുണ്ട്, ഹാൻഡിൽമേ ഇടിച്ചിട്ട് വീണിട്ട് ചില ശ്വാസം കിട്ടാതെ. ഈ ഇടയ്ക്ക് റീസെൻ്റായിട്ട് ഒരു പയ്യൻ ഇതേപോലെ വന്ന് ഇടിച്ചിട്ട് അവന് ശ്വാസം കിട്ടാതെ നേരത്തെ ഇങ്ങനെ എങ്ങിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആകെ പാനിക്കായി പോയി. പിടിച്ചിരുത്തി വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇതിൻ്റെ പുറകെ ഇങ്ങനെ വിടുന്നത്? ആ ചേട്ടാ ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ട്. ഈ ഈ ജീവൻ മരണ പോരാട്ടത്തില് ഈ മനസ്സ് മടുപ്പിക്കുന്ന ഒരുപാട് നിമിഷങ്ങളും ഉണ്ടാവുമല്ലോ. അതെ, ഉറപ്പായിട്ടും. എന്തൊക്കെയാ? മനസ്സ് മടുപ്പിക്കുന്ന മെയിനായിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു കേസ് എടുക്കാനായിട്ട് നമ്മളെ വിളിച്ചു പറഞ്ഞില്ല. ഇപ്പം ഇന്നലെ ഒരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആംബുലൻസ് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. നമ്മൾ വണ്ടി എടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് കാറിൽ കയറ്റിക്കൊണ്ട് പോകും. അപ്പോൾ ഈ കാറിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഇവർ ശ്രദ്ധിക്കാത്ത 2-3 ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. കാരണം ഈ വീണ് കിടക്കുന്ന ആൾക്ക് എവിടെ ഇഞ്ചുറി എന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടറിയില്ല, ബ്ലീഡിങ് ഇല്ലെങ്കിൽ. മേ ബി അത് നെക്കിലൊക്കെ ആണെങ്കിൽ ഈ പിടിച്ച് കയറ്റുമ്പോൾ ആരും തല സപ്പോർട്ട് ചെയ്യില്ല. മെയിനായിട്ട് ഷോൾഡറിൽ എടുത്ത് കയറ്റാൻ നോക്കുള്ളൂ. അപ്പോൾ തല ഒബ്വിയസ്ലി ബാക്കിലോട്ട് പോകും. ബാക്കിലോട്ട് പോകുമ്പോൾ ഇവിടെ ഇഞ്ചുറി കൂടും. മെയിനായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഫ്രാക്ചർ, കൈക്കൊരു ഫ്രാക്ചർ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ എറണാകുളത്തൊരു സ്കൂളിൽ, ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു കുട്ടി പോയിട്ട് കൈ കുത്തി വീണ് കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ പയ്യൻ്റെ കയ്യിൽ ഇവിടെ ഇങ്ങനെ കമ്പി ഇട്ടേക്കുക. അപ്പോൾ കമ്പി ഒടിഞ്ഞ് പൊത്ത് വെളിയിരിക്കുക. അപ്പോൾ ഒരു കാരണവശാലും കൈ ഇങ്ങനെ നൂക്കാൻ പറ്റില്ല, നൂത്ത് കഴിഞ്ഞ് ഇതാടും. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ മണ്ണിലിരിക്കുകയാണ് പയ്യൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ഷാൾ മേടിച്ചിട്ട് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഫുള്ള് കവർ ചെയ്ത് നെക്കിൽ തൂക്കിയിട്ടു. അപ്പോൾ അനങ്ങൂല. നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫോർട്ട് ഇട്ട് അങ്ങനെ എടുത്ത് കയറ്റി കൊണ്ടുപോയാൽ മാത്രമേ അതിലെന്തെങ്കിലും പ്രയോജനമുള്ളൂ. അല്ല, അതാണ് ഈ ആക്സിഡൻറ്റ് സോൺ മെയിനായിട്ടും. ഇപ്പം വെളിയിലുള്ള രാജ്യങ്ങളിൽ ആക്സിഡൻറ്റ് പറ്റിയാൽ നിങ്ങൾ പേഷ്യൻറ്റിനെ തുടരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന്, പ്രൊഫഷണൽസ് വന്ന് അതതിൻ്റെ രീതിയിൽ കോളറും കാര്യങ്ങളും എല്ലാം ഇട്ട് സെറ്റാക്കി അവർ കൊണ്ടുപോകുള്ളൂ. പക്ഷെ ആ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. ഇവിടെ കുറേ ഓട്ടോ ചേട്ടന്മാരും കുറേ കാറുകാരും വന്നിട്ട് എടുത്ത് വലിച്ചു കയറ്റി പെട്ടെന്ന് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആൾ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പം ഫ്രാക്ചർ, ചെറിയ ഫ്രാക്ചർ, പിന്നെ വലിയ ഫ്രാക്ചർ ആവാൻ ചാൻസ് ഉണ്ട്, സീഷർ അടിക്കാൻ ചാൻസ് ഉണ്ട്. സീഷർ അടിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് എങ്ങനെ കിടത്തണമെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ സീഷർ അടിച്ച ഒരു പേഷ്യൻറ്റിനെ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ലെഫ്റ്റ് സൈഡിൽ ചരിച്ച് കിടത്തുക. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലൂയിഡ് വരും വായിന്ന്. ഈ ഫ്ലൂയിഡ് ഒരിക്കലും റെസ്പിറേറ്ററി ട്രാക്കിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചരിച്ച് കിടത്തുന്നത്. അങ്ങനെ ചരിച്ച് കിടത്തുമ്പോൾ ഫ്ലൂയിഡ് വെളിയിൽ പോകും. ഇത് റെസ്പിറേറ്ററി ട്രാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ലങ്സിൽ ചെല്ലും. ലങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ അല്ല, സഡൻ പോവും, ആണ് മരിച്ചു പോകും. പിന്നെ O2 ലെവൽ കുറയല്ലേ, ഇനഫായിട്ടുള്ള ഓക്സിജൻ ബ്ലഡിൽ കിട്ടില്ല, ലങ്സ് കൊളാപ്സ് ആയി പോവും, ആൾ മരിച്ചു പോകും. അതുകൊണ്ടാണ് സീഷർ വരുന്ന ഒരു പേഷ്യൻറ്റിനെ എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡ് ചരിച്ചിങ്ങനെ കിടത്തണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഈ ആംബുലൻസ് വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓടി അവിടെ നമ്മളതിന് മാക്സിമം പറ്റാവുന്ന അത്രയും വേഗത്തിൽ നമ്മളവിടെ എത്തും. അത് നമ്മുടെ ജീവൻ നോക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസും അവിടെ ഇല്ല ഒരു വണ്ടിയിൽ. നമ്മൾ ഈ 100, 120, 130 അറിഞ്ഞ് എത്തിച്ച് പോകുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ജീവൻ പോലും നോക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു അഡ്രിനാലിൻ്റെ സ്പൈക്കാണ് ആ ടൈമിൽ ഹെഡിൽ. എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നൊരു മൈൻഡിലാണ് നമ്മൾ പോവുക. പേഷ്യൻറ്റിനെ കയറ്റി കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കും. ഒരു ആംബുലൻസ് ഡ്രൈവറിനെ സംബന്ധിച്ച് എന്തൊക്കെ നോക്കണം എന്നറിയും. 2 സൈഡ് മിറർ, ബാക്ക് മിറർ, കിടക്കുന്ന പേഷ്യൻറ്റ്, ബൈസ്റ്റാൻഡേഴ്സ്, ഫ്രണ്ടിലുള്ള വണ്ടികൾ, അതിൻ്റെ ഇടയ്ക്ക് ഹോണ്, ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, ഗിയർ എല്ലാം ഓട്ടോമാറ്റിക് അല്ലേ, മാനുവൽ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും അത്രയും ശ്രദ്ധിച്ചും എടുത്തുമാണ് നമ്മൾ പോകുന്നത്. ഇത്രയും പോയിട്ടും നമുക്ക് കേൾക്കുന്നത് എന്തൊക്കെയാണ് കേൾക്കുന്ന പഴികൾ? മെയിനായിട്ട് എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് കുറച്ച് മാസം മുമ്പ്. ഞാനിവിടെ പാലാരിവട്ടത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ചോദിച്ചു, ചേട്ടനാണോ ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർ? പക്ഷേ അതെ. നീ മറ്റേ ശവം കൊണ്ടുവന്ന വണ്ടി ഓടിക്കുന്ന ആളല്ലേടാ, നീ ശവം അറിയില്ലടാ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. ഭയങ്കരമായിട്ട് ഒച്ച വെച്ചിട്ട് പുള്ളി, നീ കാണാൻ ഞങ്ങൾക്ക് ജോലിയില്ല. അപ്പം എല്ലാവരുടെയും വിചാരം ഈ ആംബുലൻസ്, ചെറിയ വണ്ടി അല്ലെങ്കിൽ ഈ ബേസിക് വണ്ടി ഓടുന്ന ആൾക്കാർ ശവം കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഞാനിപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ശവം കൊണ്ടുപോകുന്നതിൽ എന്താ കുഴപ്പം? ഞാനത് സന്തോഷത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അവരുടെ അവസാന മൊമെൻറ്റിലും നമുക്ക് അവരുടെ കൂടെ, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് നിൽക്കാൻ ഒരു സ്പേസ് കിട്ടിയില്ലേ. ഞാൻ സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എവിടെ പോയാലും, ഇപ്പം കഫിലിൽ വെക്കണ ഒരു ബോഡി ആയാലും, അല്ലാതെ ഇപ്പോൾ ഹിന്ദുക്കളുടെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും ഞാനും കൂടെ ചേർന്ന് നിന്ന് നമ്മൾ പിടിച്ചെടുത്തു. അപ്പോൾ അതിലെനിക്ക് ഇതുവരെ ഒരു കുറച്ചിലോ കാര്യങ്ങളോ തോന്നില്ല. പക്ഷെ ചില ആൾക്കാർക്ക് അതെന്തോ ഒരു ഐത്യം പോലാണ്. കണ്ടു കഴിയുമ്പോഴത്തേന് നീ ശവം ഓടിക്കുന്ന വണ്ടി, ശവം കൊണ്ടുവന്ന വണ്ടി ഓടിക്കുന്ന ആളല്ലേ. ചിലർ അടുത്തു പോലും നിൽക്കില്ല. എന്നാൽ ചിലരുണ്ട്. എനിക്ക് റീസെൻ്റായിട്ടൊരു അനുഭവം ഉണ്ടായത്, ഒരു 3 മാസം മുമ്പേ ഇവിടെ പാലാരിവട്ടത്തൊരു ബോഡി കൊണ്ടുവെക്കാൻ പോയപ്പോൾ കൂടെ വന്നൊരു ബൈസ്റ്റാൻഡർ രക്ഷയാണ്, നാട്ടുകാരനാണ്. പുള്ളി അത്യാവശ്യം സംസാരിച്ച് കമ്പനി ആയപ്പോൾ എന്നോട് പറഞ്ഞു, അത് കുറച്ച് സമയം എടുക്കും, ഒരു കാര്യം ചെയ്യുന്നവർ കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ കഴിച്ചില്ല, എൻ്റെ പേരെന്തോ വിജയ് എന്ന് പറഞ്ഞു. അന്നൊരു കാര്യം ചെയ്യുക വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഫുഡ് തന്നിട്ടുണ്ട്. പിന്നെ ചില ഒ.പി കേസ് എടുക്കാൻ പോകുമ്പോൾ അവർ കട്ടൻ ചായ ഇട്ട് തരും, അല്ലെങ്കിൽ കാപ്പി തരും, അല്ലെങ്കിൽ ഫുഡ് തരും. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ച് നല്ല ആൾക്കാർ. ഇതെല്ലാം ചെയ്യുന്ന പാവപ്പെട്ട ഒരാളാണോ, കയ്യിൽ 5 പൈസ എടുക്കാത്ത ആൾക്കാർ ഇതൊക്കെ ചെയ്യുള്ളൂ. ചില കേസ് കൊണ്ടുപോയിട്ട് റിട്ടേൺ വരുമ്പം നമ്മൾ എമൗണ്ട് പറയും. എമൗണ്ട് പറയുമ്പോഴത്തേക്ക് അത്രയും പൈസ ഇല്ലാത്ത നമുക്ക് കാണുമ്പോൾ അറിയാം. കാരണം നമ്മളും കഷ്ടപ്പെടുന്ന ഒന്നാളായതുകൊണ്ട് നമുക്ക് അറിയാം. അപ്പം നമ്മൾ കമ്പനി വിളിച്ചിട്ട് പറയാം എടാ ഇച്ചിരി പൈസ ഇല്ലാത്ത ടീമാണ്, അപ്പം പറ അന്ന് ഇത്ര മേടിക്കാമെന്ന് പറയും. ഇത്ര പറയുമ്പോഴും പുള്ളി 50 രൂപ എടുത്ത് കൈ വെച്ച് തരും, ചായ കുടിച്ചു പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഹോസ്പിറ്റലിൽ വലിയ ബില്ലുകൾ കൊടുത്തിട്ട് നിങ്ങളോട് ബാർഗെയിൻ ചെയ്യുന്ന ആളുകൾ ഒരുപാട് അതാണ് ഏറ്റവും കൂടുതൽ. എങ്ങനെയാ അതിന്റെ ഒരു അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കക്ഷിനെ ഡിസ്ചാർജ് എടുത്ത് നിൽക്കാം. അപ്പോൾ നമ്മൾ കിലോമീറ്ററിനാണ് ചാർജ് ഈടാക്കുന്നത്. ഗവൺമെൻറ് പറഞ്ഞൊരു ചാർജ് ഉണ്ട്. അതിപ്പോൾ AC വണ്ടി, നോൺ AC വണ്ടിക്കും അതുപോലെ തന്നെ ചെറിയ വണ്ടി തൊട്ട് വലിയ വണ്ടി, ICU, അങ്ങനെ 3 കാറ്റഗറിയാണ്. 4 കാറ്റഗറികളുണ്ട്. അപ്പം ഈ ഓരോ വണ്ടിക്കും ബേസിക് ചാർജ് ഉണ്ട്. ഇത് നമ്മൾ കിലോമീറ്റർ നോക്കി കണക്കാക്കിയാണ് പറയണത്. വിത്ത് വെയിറ്റിംഗ് ചാർജ് ഉണ്ട്, വെയിറ്റിംഗ് ചാർജ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 1300 ആയി കഴിഞ്ഞാൽ പറയും അത് എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ. അപ്പോൾ ഈ 6-8 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ ചിലവാക്കിയിട്ട് നമ്മളെ വിളിച്ച് നമ്മുടെ അടുത്ത് ബാർഗെയിൻ. അപ്പോഴും ആലോചിക്കണം, ഈ 1300 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന വെറും 260 രൂപയുള്ളൂ. ഈ 260 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 3-4 മണിക്കൂർ പോയി കിടക്കുന്നത്. അപ്പോൾ ഈ 260 രൂപയ്ക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ അന്നൊരു ദിവസം ആ ഒരൊറ്റ ഓട്ടോ ഉള്ളെങ്കിൽ ആ 260 രൂപയ്ക്ക് ഫുഡ് കഴിച്ചാൽ തീർന്നു. പിന്നെ പിറ്റേ ദിവസം ഓട്ടം കിട്ടണം എന്തെങ്കിലും കൈ കിട്ടണമെങ്കിൽ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ മാസത്തെ എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ വെറും 4300 രൂപയായിരുന്നു ഫുഡും എല്ലാം കഴിച്ചിട്ട്. 4300 രൂപയാണ് എൻ്റെ സാലറി കിട്ടിയത്. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാ 4300 ഒരിക്കലും പറ്റത്തില്ല. ഇപ്പം ഒരു ഫാമിലിയിൽ 2 പേര് ഒരുമിച്ച് ജോലി എടുത്തിട്ടും അവർക്ക് ആ ഒരു എമൗണ്ട് ടാലി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ 4300 രൂപ കയ്യിരുന്നത്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ലീവിന് പോയപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള കൊളീഗിൻ്റെ അടുത്ത് നിന്ന് 2000 രൂപ കടം മേടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. കാരണം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അമ്മയുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, മകൻ ജോലി കഴിഞ്ഞ് വരുന്നതാണ്, എന്തെങ്കിലും മേടിച്ചിട്ട് അപ്പം വീട്ടിൽ സാധനങ്ങൾ മേടിക്കണം, അവരെയും കൊണ്ട് സിനിമയ്ക്ക് പോകണം. അപ്പോൾ എൻ്റെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫാമിലിയാണ്. എനിക്കെന്ന് പറഞ്ഞാൽ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു അനിയത്തിയുണ്ട്, പുള്ളിക്കാരി കുവൈറ്റിലാണ്. അതും മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്, ന്യൂനേറ്റൽ ഫീൽഡാണ്. പിന്നെ ഉള്ളത് വൈഫാണ്. വൈഫ് ആയുർവേദ നേഴ്സാണ്. അപ്പോൾ പിന്നെ ഉള്ളത് ഞാനാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ടും വീട്ടുകാരുടെ നിന്ന് ക്യാഷ് അങ്ങനെ വാങ്ങാത്ത ടൈപ്പാണ്. അപ്പോൾ മാക്സിമം നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ക്യാഷ് ഉണ്ടാക്കാമോ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കാം. ഈ ചിതറിയ ശരീരങ്ങൾ നമുക്ക് തരുന്ന ഒരു ട്രോമ ഉണ്ടല്ലോ, അത് ഇപ്പൊ സിനിമയിലൊക്കെ കാണുമ്പോഴേ അതിന് ഈ പറഞ്ഞ പോലെ വയലൻസിന്റെ ഫണ്ണൊക്കെ ഉള്ളൂ. ഇത് നേരിട്ട് അല്ല, വയലൻസ് ഞാൻ നേരിട്ട് കണ്ടൊരു അനുഭവം എനിക്കുണ്ട്. കാരണം ഞാൻ പാലാരിവട്ടത്ത് വണ്ടി കിട്ടുന്ന ഒരു ടൈമിൽ ഒരു ദിവസം ചായ പിടിച്ച് തിരിച്ച് കയറി വന്നപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരനെ കൊണ്ടുവന്നു. അപ്പോൾ വീൽ ചെയറിൽ ഇരുത്തിയ പാടെ തന്നെ വീൽ ചെയർ ഫുള്ള് ബ്ലഡാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ചേട്ടനും അനിയനും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ചേട്ടൻ അനിയനെ വെട്ടിയതാണ്. ഏതാണ്ട് ശരീരം മൊത്തം മുറിവാണ്, ഫുള്ള് തലയിൽ അവിടെ എല്ലാം മുറിവാണ്. അപ്പം ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു വിജയ് ഇത് ഇവിടെ പറ്റില്ല, പെട്ടെന്ന് റെഫർ ചെയ്യണമെന്നാണ്. പുള്ളിനെ അപ്പോഴേ നമ്മളെടുത്ത് എൻ്റെ ബെഡിൽ കിടത്തി O2 സപ്പോർട്ട് ഇട്ടു, നേരെ വിട്ടു. നേരെ അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ തന്നെ ബൈസ്റ്റാൻഡർ തന്നെ പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അവിടെ കൊണ്ടു ചെന്നു. അവർ വേണമെങ്കിൽ ആംബുലൻസിലോട് താത്ത് കൊടുക്കും. അതേപോലുള്ള ആൾക്കാരാണ് എല്ലാവരും, പെർഫെക്റ്റ് ആണ്. കൊണ്ട് ചെന്ന പാടെ തന്നെ അവർ പെട്ടെന്ന് വെന്റിലേറ്ററിൽ ആക്കാനുള്ള പരിപാടിയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് ഏറ്റവും കൂടുതൽ സങ്കടം വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓട്ടോ പൈസ 800 രൂപ പറഞ്ഞു. അപ്പം അതൊരു അമ്മയാണ്, അധികം ഹൈറ്റ് ഒന്നുമില്ല, വീട്ടുജോലിയാണ് പുള്ളിക്കാരിക്ക്. അപ്പം അമ്മ 800 രൂപയെന്ന് പറഞ്ഞപ്പോൾ 500 2 നോട്ട് എടുത്തിൻ്റെ കയ്യിൽ തന്ന്. അപ്പോൾ 200 എൻ്റെ ഇരുന്നകത്ത് അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ 500 2 നോട്ടുമായിട്ട് ഞാൻ വണ്ടിയിൽ കയറി. വണ്ടി വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഈ നോട്ടെടുത്ത് നോട്ടപ്പോൾ ഈ 2 നോട്ടിലും ബ്ലഡാണ്. മനസ്സിലായില്ലേ, 2 നോട്ടിലും നിറഞ്ഞ് ബ്ലഡ് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കങ്ങ് ഒരു മനസ്സിനൊരു വിഷമം. ഞാൻ ഇതും മേടിച്ചുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് വയറ് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടി യൂട്ടേൺ എടുത്തിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി കൊണ്ട് വണ്ടി ചവിട്ടി എടുത്തിട്ട് ഞാൻ സെക്യൂരിറ്റി ചേട്ടാ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ആ 200 രൂപ മേടിച്ച് ഈ 500 കൈ കൊടുത്തതാണ്. അമ്മ ഇത് വെച്ചോ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇത് കണക്കെഴുതി വെക്കണം നമുക്ക്. നമ്മൾ പോകുന്ന ഓട്ടത്തിൻ്റെ കണക്കെഴുതണം. ലാസ്റ്റ് കണക്ക് ക്ലോസ് ചെയ്യാൻ നേരം ഞങ്ങളുടെ ഓണർ ലിജി വേട്ടനും അതുപോലെ തന്നെ മനോജ് ചേട്ടനാണ്. അപ്പോൾ കണക്ക് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ലിജി വേട്ടനോട് പറഞ്ഞു, ലിജി വേട്ട ഇന്ന പോലെ ആ ഓട്ടത്തിൻ്റെ പൈസ വാങ്ങിയിട്ടില്ല, അപ്പോൾ ഇന്ന പോലെയാണ് ഇൻസിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഇന്ന പോലെ ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ലടാ, പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എൻ്റെ ബാറ്റേന്ന് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നും വേണ്ട. പക്ഷെ അവിടെ ഞാൻ ഒരു മനുഷ്യനെ കണ്ട്. കാരണം ഞാൻ ഇത്രയും നാൾ ഈ വർക്ക് ചെയ്ത് വന്ന ഒരു രീതി അങ്ങനെയല്ലായിരുന്നു. അവിടെ ഞാൻ നല്ലൊരു മനുഷ്യനെ കണ്ടു. പുള്ളി എന്നോട് പറഞ്ഞു അത് കുഴപ്പമില്ലടാ. ഈവൻ പലപ്പോഴും കണക്ക് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ 300-400 അങ്ങോട്ട് കൊടുക്കാണ്ടായിരുന്നെങ്കിൽ വെട്ടും.
വെട്ടിയിട്ട് പുള്ളി പറയും അത് നീ കൈ വെച്ചോളാൻ പറയും. എന്നാൽ ഇതിനകത്ത് പുള്ളിക്ക് വലിയ ലാഭമൊന്നുമില്ല. പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോഴും ഇത് ബിസിനസ്സാക്കി കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ ഇത് ജീവിതമാർഗ്ഗമാക്കി കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരെ അതിലൊരു ആളാണ് പുള്ളി. കാരണം പുള്ളി ഒരു ഡ്രൈവർ ആയതുകൊണ്ട് പുള്ളിക്ക് അറിയാം ഡ്രൈവറിലെ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് പുള്ളി ഒരു കാര്യത്തിൽ ആരെയും ഫോഴ്സ് ചെയ്തില്ല. പുള്ളി നിങ്ങൾക്ക് ഇഷ്ടമോ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വണ്ടി ഓടിച്ചാൽ മതി. കേസുകൾ വിളിക്കുമ്പോൾ പോയി അറ്റൻഡ് ചെയ്യുക. അത് നീറ്റ് ആൻഡ് ക്ലിയർ ആകുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ പല കേസുകളിലും കൈകാലുകൾ അറ്റുപോകുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിന് ഒരു മനസ്സാന്നിധ്യം കൂടി വേണമല്ലോ, ഉറപ്പായിട്ടും. അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു അനുഭവം എന്താ? അങ്ങനത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു 1.5 മാസം മുമ്പ് നമ്മുടെ പുളിഞ്ചോട് മറ്റേ റെയിൽവേ ക്രോസിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു തമിഴൻ പുള്ളിക്കാരനെ ട്രെയിൻ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മനോജേട്ടൻ വിളിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുത്ത് പെട്ടെന്ന് ചെല്ലുന്ന സമയം എന്ന് പറഞ്ഞാൽ തുടയുടെ ഈ ഒരു ഭാഗമൊന്നും ഇല്ല. ഈ ഒരു ഭാഗം ഇവിടെ ഒന്നും ഇല്ല. പുള്ളിയുടെ ഇവിടെ ഇങ്ങനെ ഒരു കുഴിയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ബ്ലീഡിങ് അവിടെ നിന്ന് കണ്ടില്ല. അപ്പോൾ പുള്ളി നിലവിളിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ എല്ലാം പോയി, അറ്റുപോയി, മാംസമൊക്കെ അറ്റുപോയി. എടുത്ത് വണ്ടിയിൽ കയറ്റി നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് എത്തിച്ച് ഞാനും കൂടെയാണ് അകത്ത് പോകണത്. അകത്ത് പോയി മാക്സിമം സ്റ്റിച്ച് ചെയ്യേണ്ടതും വെച്ച് കെട്ടുന്നതെല്ലാം വെച്ച് കെട്ടി പുള്ളി ഫ്ലൂയിഡും കാര്യങ്ങളും എല്ലാം ഇട്ടു. കാരണം റെഫർ ചെയ്യാനുള്ളൊരു മൈൻഡിലാണ് ചെയ്യണമെല്ലാം. അപ്പോൾ പെട്ടെന്ന് ഈ കൈ ഒന്ന് പൊക്കി എടുത്തപ്പോഴത്തേക്ക് ഇവിടുന്ന് വെയിൻ കട്ടായതാണ്. ഭയങ്കരമായിട്ട് ബ്ലഡ് അവിടെ നിന്ന് നേഴ്സിൻ്റെ മേത്ത് മൊത്തം, ഡോക്ടറുടെ മേത്തെല്ലാം ബ്ലഡായി. പെട്ടെന്ന് ഇത് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അത്രയും ഈ ബ്ലഡും ടോട്ടലി ആ ഒരു ഫ്ലോർ നിറച്ച് ബ്ലഡാണ്. അപ്പോൾ ഇവരുടെ ബൈസ്റ്റാൻഡേഴ്സ് കുറച്ച് പേര് വെളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ ഷിഫ്റ്റ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലായി കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട്. അപ്പം വെളിയിൽ ചെന്നപ്പോഴത്തേക്ക് ഇവരുടെ പൈസ ഇല്ല. കാരണം നമ്മുടെ ഒരു ആംബുലൻസിൽ നമ്മൾ പ്രൈവറ്റ് ആംബുലൻസാണ്. അപ്പോൾ അതിൽ കൊണ്ടുപോകുമ്പോൾ ഒരു എമൗണ്ട് ആവും. അതില്ലാത്തത് കൊണ്ട് അവർ 180 കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ വെളി ഇറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, മോനെ എങ്ങനെയുണ്ട്, കുഴപ്പം വല്ലതും ഉണ്ടോ? അപ്പം ഈ ഭാര്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരി അവിടെ നിൽക്കുക. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു മാനസികാവസ്ഥ കാണുമ്പോഴത്തേക്ക് നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അവരൊരിക്കലും നമുക്ക് അവരുടെ മുഖത്ത് നോക്കി നമുക്ക് കാര്യം പറയാൻ പറ്റില്ല. കാരണം അത്രയും പേടിച്ച് കരഞ്ഞ് നിലവിളിച്ചൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ മനക്കരുത്തെല്ലാം എടുത്തിട്ട് പേടിക്കാനൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരെ എങ്ങനെയൊക്കെ എത്രത്തോളം സമാധാനിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സമാധാനിപ്പിച്ചിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ വിട്ട് വരണത്. അന്ന് പറയുന്നത് നമ്മൾ പേയ്മെൻറ്റ് മേടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയുന്ന പ്രൈവറ്റ് ആംബുലൻസുകാർ അറുത്ത് മേടിക്കുന്നുണ്ട്, വില കൂട്ടി, പൈസ കൂട്ടി മേടിക്കുന്നുണ്ട്, കത്തിയാണ്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല ബ്രോ. ഞാൻ തന്നെ എത്ര കേസ് എടുത്തിട്ട് പോയിട്ട് പൈസ ഞാൻ മേടിക്കാൻ വന്നിട്ടുണ്ടെന്നറിയും. അവസ്ഥ കണ്ടിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് ബൈസ്റ്റാൻഡേഴ്സിന് ഫുഡ് മേടിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം വിശക്കുന്നവന് ആഹാരം മേടിച്ച് കൊടുക്കുന്നത് ഒരു തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഇപ്പം ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു 50 രൂപ മോനെ ചായ കുടിച്ചോ എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വരുന്ന വഴിക്കില്ല സിഗ്നൽ വെച്ചാലും കൈ കാണിച്ച് 50 രൂപ ഞാൻ എടുത്തു കൊടുക്കും. കാരണം നമുക്ക് വിശക്കുന്നവനെ കാണുമ്പോൾ അറിയാം. അതിലും കുറച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. ഒരാൾ സ്വയം ജീവൻ എടുക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരുപാട്. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ഒരു ഇൻസിഡന്റ് പറഞ്ഞല്ലോ, അതൊന്നുകൂടി ഒന്ന് എന്നോട് പറയാം. അത് ഞാൻ ട്രിവാൻഡ്രത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഒരു കോള് വരികയാണ് എനിക്ക്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ, അങ്ങനെ ലൊക്കേഷൻ പറഞ്ഞാണ് ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ തൂങ്ങി ഹാങ് ചെയ്ത് നിൽക്കുക. അപ്പം 23 വയസ്സുണ്ടായിരുന്നുള്ളത്. പ്രണയ നൈരാശ്യമാണ്. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ വീട്ടുകാർ വെളിയിൽ പോയ ടൈമിൽ നമുക്ക് ആ വാതിലടച്ച് കയറി തൂങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഈ കയറി ചെന്ന പാടെ കാണുന്നത് ഒരു ഭയങ്കര നിലവിളിയാണ് ആ വീട്ടിൽ. അപ്പോൾ ആൾക്കാരെല്ലാം വന്നിട്ട് അവനെ അഴിക്കാനുള്ള പത്രപ്പാടില്ല. അപ്പം ഞാനും അതിൻ്റെ കൂട്ടത്തിൽ നമുക്കാണെങ്കിൽ ഓൾറെഡി ഇതൊരു ഭീകര ട്രോമയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ കരച്ചിലിൻ്റെ ഇടയ്ക്ക് പോയി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തത്തിൽ കറങ്ങി അടിച്ചളയും. അപ്പോൾ അവിടെ നമ്മൾ മനക്കരുത്തെന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആ പയ്യനെ ബോഡി താഴെ ഇറക്കിയപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരൻ പറഞ്ഞു, മോനെ പൾസ് ഉണ്ട്, പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം ഓൾറെഡി കയ്യിലിടിപ്പുണ്ട്. കയ്യിലിടിപ്പുണ്ട്. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിന് മേളിലൂടെ ബ്രെയിൻ ഡെത്ത് ആയിരിക്കും. അത് കുറച്ച് ടൈം ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു പൾസാണ്, ചെറിയ പൾസ് കാണും, മൈന്യൂട്ടായിട്ട് കാണും. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളി പറയണേ. അപ്പം അമ്മ പെട്ടെന്ന് കയറി വന്നിട്ട് എൻ്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ട് അമ്മയെ സമാധാനിപ്പിക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്പൈൻ ബോർഡ് തൊട്ട് കയറി ചെല്ലുന്നത് പയ്യനെ എടുത്ത് കിടത്തി കൊണ്ടുപോകുന്ന വഴിക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, പ്രശ്നമൊന്നുമില്ല, പയ്യന് പൾസുണ്ട്, ഒരു പ്രശ്നമില്ല, സേഫായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ പയ്യനെ കൊണ്ടുപോകുന്നത്. അന്ന് വൈകിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഈ പയ്യൻ്റെ ബോഡിയായിട്ടാണ് ഞാൻ ആ വീട്ടിലോട്ട്. അപ്പോൾ അമ്മ ചോദിച്ച 2-3 ചോദ്യങ്ങളുണ്ട് എൻ്റെ. നീ തിരിച്ച് മോനെ ജീവനോടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എൻ്റെ മോൻ പോയില്ലേ, ഇനി എനിക്ക് ആരുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്നൊരവസ്ഥയുണ്ട്. അത് ഭീകരമാണ്, ഭയാനകമാണ്. ഭയാനകമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പൊട്ടിക്കരയുള്ളൊരു ഫീലാണ് ഉള്ളിൽ. നമ്മുടെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരും. പക്ഷേ
നമ്മൾ ബോൾഡ് അത്രയും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരിക്കലും എനിക്കത് എക്സ്പ്രസ് ചെയ്തറിയിക്കാൻ പറ്റില്ല. നമ്മൾ തൊണ്ടയൊക്കെ ഇടറിയിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് എന്ത് അവരോട് പറയണോ അല്ലെങ്കിൽ എന്ത് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന കുറേ നിമിഷങ്ങളുണ്ട്. അതൊരു വലിയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. പിന്നെ അതേപോലെ തന്നെ ഒരു കൊച്ചിനെ ഇതുപോലെ മദ്യപിച്ച് വണ്ടിയും കൊണ്ട് വന്നിട്ട് അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും കൂടെ കൈ പിടിച്ചു പോയ കുഞ്ഞാണ്. വെറും 3 വയസ്സ് 4 മാസം പ്രായമുള്ളൂ. ആ കുഞ്ഞിനെ ഇടിച്ച് തെറിപ്പിച്ചു. ആ കുഞ്ഞ് മരിച്ചു. അപ്പം അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ഈ അമ്മയുണ്ട് ആംബുലൻസിൽ, AC ആംബുലൻസിൽ. അപ്പം പക്ഷേ അമ്മേനെ ബാക്കിലിരുത്താതെ ഫ്രണ്ടിലിരുത്തി. കാരണം കുഞ്ഞ് ഓൾറെഡി മരിച്ചേക്കാം. അപ്പം നമ്മളെല്ലാം അവിടെ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം ഈ കുഞ്ഞിൻ്റെ ബോഡി റിക്കവർ ചെയ്യാൻ പോയത് ഞാനാണ്. അപ്പം വേറെ 2-3 പേര് വരാനുണ്ടായത് കൊണ്ട് അവർ ആ കുഞ്ഞിൻ്റെ ബോഡി ഒരു അവിടെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഫ്രീസറിലാണ് വെച്ചേക്കുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ. അപ്പോൾ അന്ന് അവിടുന്ന് ആ കുഞ്ഞിനെ എടുത്ത് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഞാനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലെടുത്താണ് കുഞ്ഞിനെ ആ ഫ്രീസറിലോട്ട് കിടത്തുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കുന്ന രീതിയുണ്ടോ, ഇത് നമ്മളൊരു കുഞ്ഞിനെ ഹോൾഡ് ചെയ്യുന്ന അതേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് മരിച്ചൊരു 9 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, അതും ഞാൻ തന്നെയാണ് അവിടുന്ന് റിക്കവർ ചെയ്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം എത്തിച്ചത്. അപ്പോൾ ആ ഒരു വീട്ടുകാരുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി പോകും. അത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായ ആ കുട്ടിയാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായ കുട്ടിയാണ്, ഒരുപാട് അവർ വെയിറ്റ് ചെയ്തുണ്ടായ കുട്ടിയാണ്. അപ്പോൾ ആ ഒരു അമ്മയുടെയും അല്ലെങ്കിൽ അവർ അമ്മൂമ്മയുടെയും കൂടെ ഇരുന്ന കസിൻസിൻ്റെയൊക്കെ കരച്ചിൽ നമ്മൾ അത് ഭയങ്കര ഭീകരമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ മരണാന്തര ചടങ്ങിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു കസിൻ കുട്ടിക്ക് വയ്യാതായി പെട്ടെന്ന്. അതിന് ഓൾറെഡി ആസ്മയുടെ എന്തോ പ്രശ്നമുണ്ട്. പെട്ടെന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാറിലാണ് ഇരുത്തുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ആംബുലൻസിന് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന് വയ്യാതെ ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എന്നെ നോക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം ഇതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അതിൽ ഞാൻ അങ്ങ് പെട്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്ത് എന്നെ തന്നെ നോക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എന്നെ തന്നെ നോക്കുന്നത്. എന്നിട്ടും കുട്ടി റിക്കവറായി വരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പണിയാണ്. അപ്പോൾ തന്നെ ഞാൻ അവിടെ കിടന്ന് മീഡിയാസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വണ്ടി മാറ്റിച്ച് ആംബുലൻസ് എടുത്തിട്ട് കുഞ്ഞിനെ എടുത്ത് നേരെ മെഡിക്കൽ ടെസ്റ്റ് കൊണ്ടുപോയി. അപ്പോൾ അവിടെ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി. പിന്നെ ഡിസ്ചാർജ് വാങ്ങി പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അവരുടെ വീട്ടുകാർ വിളിക്കുകയൊക്കെ ചെയ്തു, ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. ഈ ഉറക്കം തരാത്ത രാത്രികൾ ഉണ്ടാകാറുണ്ടോ? ഒരുപാട് 3 ദിവസം 3.5 ദിവസമൊക്കെ ഉറങ്ങായിരുന്നു വണ്ടി ഓടിച്ചോളും. അടുപ്പിച്ച് കേസുകൾ ചില സമയത്ത് അത് ആംബുലൻസ് ഓടുന്നവർക്ക് അറിയാം. ഒരു ടൈം എത്തുമ്പോൾ കേസുകൾ ഒരുപാട് അങ്ങ് വരും. ഒരുപാട് വരും. ആക്സിഡൻറ്റ്, ഡിസ്ചാർജ് എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ച് വരും. എന്ന് പറഞ്ഞാൽ ഇവിടുന്നൊക്കെ ചിലപ്പോൾ 120 കിലോമീറ്ററൊക്കെ ആയിരിക്കും ഡിസ്ചാർജ് കൊണ്ടുപോകേണ്ടത്. ഞാൻ ഇവിടുന്ന് മഹാരാഷ്ട്രയൊക്കെ പോയിട്ടുണ്ട്, മഹാരാഷ്ട്ര വരെ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാംഗ്ലൂർ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെച്ചിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അതേ സ്ട്രെച്ച് തിരിച്ചു വരിക, അത്രയും പെട്ടെന്ന് ബേസിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഉറങ്ങാതിരിക്കും, ചിലപ്പോൾ 1, 2, 3 റെഡ് ബുൾ കുടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഉറക്കമാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ആഹാരമല്ല. ഉറക്കമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എപ്പോൾ ഉറങ്ങാൻ സമയം കിട്ടിയാൽ അപ്പോൾ കിടന്നുറങ്ങുക. അല്ല നമുക്ക് ഇന്ന സമയമൊന്നുമില്ല. ഇപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വൈഫ് എപ്പോഴും വഴക്കാണ്. രാത്രി കയറി കിടന്നിട്ട് പിന്നെ എണീക്കുന്നത് ഉച്ചയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സമയം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർക്കറിയില്ല ഇതിൻ്റെ പിന്നിലുള്ള സാക്രിഫൈസും റിസ്ക്കും അവർക്കറിയില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. പുറമേ നിന്ന് കാണുമ്പം ചുമ്മാ ഗിയറൊക്കെ ഇട്ട് അടിച്ചു വിട്ട് ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നു, ഒരു വണ്ടി ഇങ്ങോട്ട് പോകുന്നു. അതിനകത്ത് കിടക്കുന്ന ആളോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യമോ ഒന്നും ഇവരാരും അറിയുന്നില്ല. പലപ്പോഴും ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് വേറൊരു കുറച്ച് വിചിത്രമായിട്ടുള്ളൊരു അനുഭവം കൂടി പലപ്പോഴും പറയുന്നുണ്ട്. അതായത് അങ്ങോട്ട് പോകുമ്പോൾ ജീവനുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അവിടെ പോയി മരണപ്പെട്ടു. ഇങ്ങോട്ട് തിരിച്ച് നിങ്ങൾ ആ മനുഷ്യനില്ലാതെ തിരിച്ചു വരുമ്പോൾ അയാളുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിലുള്ള പോലെ അങ്ങനെ ഒരു ആത്മാവിൻ്റെ ഒരു പ്രസൻസ് ഒക്കെ അങ്ങനെ ഉറപ്പായിട്ടുണ്ട്. എനിക്ക് 2-3 ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതേപോലെ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവിട്ട് തിരിച്ച് അവർ മരിച്ചു എന്ന് പറഞ്ഞ് തിരിച്ച് വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞ് നോക്കും. ആരോ വണ്ടിയിൽ ഇരിക്കുന്ന ഒരു തോന്നൽ നമുക്ക് വരും, ആ സ്ട്രക്ചറിൽ കിടക്കുന്ന ഒരു തോന്നൽ വരും. എന്നാലും നമ്മൾ ചിലപ്പോൾ ഉറക്കം വരുമ്പോൾ ആ സ്ട്രക്ചറിൽ കിടന്നായിരിക്കും ഉറങ്ങുക. മിക്ക ആംബുലൻസ് ഡ്രൈവേഴ്സും അങ്ങനെയാണ്. അതായത് ബോഡി ആ സ്ട്രക്ചറിൽ കിടന്നുറങ്ങുക. അത് ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ എറണാകുളത്ത് ഓടിക്കൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ വൈഫിൻ്റെ അമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കിടന്നത് ആ ഹോസ്പിറ്റലിലെ ബാക്ക് സൈഡിലായിട്ട് ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയറിലാണ്. ആ ചെയറിൽ ഞാൻ ഒതുങ്ങി കൂടി ഉറക്കം വന്നിട്ട് കിടന്നേ. അപ്പോൾ വൈഫിൻ്റെ അമ്മ കണ്ടിട്ട് വന്നിട്ട് വൈഫിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി ഞാൻ അങ്ങനെ കിടക്കുന്ന കണ്ടിട്ട്. കാരണം കട്ടിൽ പോലും ഇല്ലാതെ ഇങ്ങനെ അവിടെ നീ പണിയെടുക്കണേ ആ ഒരു ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതല്ല, അത്യാവശ്യ ഘട്ടത്തിൽ ഉറക്കം വരുവാണെങ്കിൽ ഒന്നീ വണ്ടിയുടെ സീറ്റ് ഇരുന്ന് ഉറങ്ങും, അല്ലെങ്കിൽ വണ്ടിയുടെ സ്ട്രക്ചറിൽ പോയി കിടന്നുറങ്ങും. നമുക്ക് അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളോ ഇല്ല. എന്നാലും ഒരു പ്രസൻസ് ചിലയിടങ്ങളിൽ നമുക്ക് കിട്ടും ഉണ്ടെന്നുള്ളത്. പിന്നെ ചില ലോങ് ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കടയുടെയൊക്കെ ഫ്രണ്ടിൽ ഒതുക്കിയിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പം രാവിലെ കടക്കാരൻ വന്ന് കട തുറക്കും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഉറക്കം പെട്ടെന്ന് ചാടി എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് കട തുറന്ന ആൾ ഇരിക്കുക.
അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇറങ്ങി ചേട്ടാ സോറി എന്ന് പറയും, പുള്ളി പറയും ഒരു കുഴപ്പമില്ല നീ ഉറങ്ങിക്കോളാൻ പറയും. ഉം. അങ്ങനെയും ചില നല്ല മനുഷ്യന്മാരുണ്ട്. ഉം. എന്നാൽ ചില കേസ് എടുക്കാൻ ചെല്ലുമ്പോൾ ഏതെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ആ വണ്ടി എടുത്ത് മാറ്റി കേട്ടോ, ഇവിടെ ഇടാൻ പറ്റത്തില്ല, ആംബുലൻസ് ഒന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ല, നമുക്ക് ഐറ്റിയോ അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. രാവിലെ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആംബുലൻസ് ഇട്ടിട്ട് കണി കണ്ട് ഇറങ്ങി വരുന്നത് ആംബുലൻസിനാണെങ്കിൽ അതവിടെ പ്രശ്നമാണ്. മോർച്ചറിക്കൊക്കെ തൊട്ടരികിൽ ഒരുപാട് സമയം ചിലവാക്കേണ്ടി വരാറുണ്ടല്ലോ. ഉണ്ട്. മോർച്ചറിയോടൊരു ഭയം അതെങ്ങനെയാ മാറി മാറി വന്നത്? മോർച്ചറിയോടുള്ള ഭയം മാറി മാറി വന്നത്, ഞാൻ ഓൾറെഡി മെഡിക്കൽ ഫീൽഡായിരുന്നു ആ. ഞാൻ പഠിച്ചിരുന്നത്. ഞാൻ BVSC പഠിച്ചത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആനിമൽസിൽ തന്നെ. കാരണം ഈ ഹ്യൂമൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ കൊണ്ടുവരുന്ന ബോഡി ഫ്രീസറിൽ വെച്ചിട്ട് അതെടുക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്യണം. പക്ഷേ ആനിമൽസിൽ അങ്ങനെയല്ല. അപ്പോൾ ചത്തപാടെ അഴുക്കൊക്കെ പിടിച്ചായിരിക്കും കൊണ്ടുവരിക, അതിന് ക്ലീനിങ് ഒന്നുമില്ല. നമ്മൾ അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ ഫൈൻഡിങ്സും കാര്യങ്ങളും കേസ് ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം എടുത്താൽ കൊടുക്കാം. അപ്പോൾ ഓൾറെഡി അപ്പം തന്നെ നമുക്ക് ആ ട്രോമ മാറിയിരിക്കണം. പിന്നെ ഈ പണ്ട് ഈ ആൾക്കാരൊക്കെ ഈ ചില വീഡിയോസിലൊക്കെ പറയുന്നത് പ്രേതമുണ്ട്, അങ്ങനെ ഉണ്ട്, ബോഡി ഇങ്ങനെ എണീറ്റിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൈൻഡിൽ സ്ട്രൈക്ക് അടിക്കും. എന്നാലും പ്രശ്നമൊന്നുമില്ല. എത്ര മണി രാത്രിയൊക്കെ പോയി മോർച്ചറിയുടെ സൈഡിലൊക്കെ കിടന്നിട്ടുണ്ട്, അതൊന്നും ഒരു പ്രശ്നമില്ല. കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അതുണ്ട്, അതുണ്ട്, അത് ഉറപ്പാണ്. അതിനോട് വിശ്വാസം ഇല്ലെങ്കിൽ അതില്ല. അപ്പം അതിന് ഉദാഹരണം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പം കാട്ടിൽ ജനിച്ചൊരു പയ്യൻ അവൻ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ അവനറിയോ? ഇല്ല, അവനറിയത്തില്ല. അപ്പോൾ അതേപോലെയാണ്. അപ്പോൾ അവൻ ആ ഒരു രീതിയിൽ അവൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇപ്പോൾ പ്രേതമുണ്ട് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നോക്കുന്നത് എല്ലാം അതായിരിക്കും. എവിടെ നോക്കിയാലും ഷാഡോയും അതൊക്കെ കാണാൻ തുടങ്ങും. പിന്നെ ഹാലൂസിനേഷൻ അടിക്കും. ചില ടൈമിലൊക്കെ ഉറക്കമില്ലാതെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ പോകുന്നൊക്കെ തോന്നും. ഒരു രൂപം ഇങ്ങനെ പോകുമെന്ന് തോന്നും, ഒരു രൂപം ഇങ്ങനെ കയറി വരുന്നതായിട്ട് തോന്നും വണ്ടി അടുത്തോട്ട്, ചില ആൾ സൈഡിൽ നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പം അങ്ങനെയുള്ള ഹാലൂസിനേഷൻസ് കുറേ അടിച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ വണ്ടി ഒതുക്കി ഒരു ചെറിയ നാപ്പ് എടുക്കും, ഒരു 1 hour നാപ്പ് എടുക്കും. ആംബുലൻസ് ഓടിക്കുന്ന സമയത്തെ ഇപ്പോൾ രാത്രി മോർച്ചറിയിൽ ഒരു ബോഡി കൊണ്ടുപോയി അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് പാതിരാത്രിയൊക്കെ വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് വരുമല്ലോ, ഭയം ഉള്ളിൽ കനപ്പെടാറുണ്ടോ? ഇല്ല, ഇല്ല. കാരണം നമ്മളിപ്പം മോർച്ചറിയിൽ നിന്ന് ബോഡി ഇപ്പോൾ എടുത്ത് ഇപ്പം ചിലർക്ക് ഫ്രീസറിൽ വെക്കാനായിട്ട് ചിലപ്പോൾ വൈകുന്നേരം പോകും. വൈകുന്നേരം പോയിട്ട് ബോഡി അവിടെ നിന്ന് എടുത്ത്, കാരണം പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി ആയിരിക്കും, അത് അവിടെ നിന്ന് എടുത്ത് നമ്മുടെ ആംബുലൻസിൽ കയറ്റിയിട്ട് അവർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ടൈം ആവും. അപ്പോൾ ഞാൻ രാത്രി 12:30 ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ബോഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ 12:30 ബോഡി കൊണ്ടുവച്ചാൽ നമ്മൾ ഇറക്കി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മളോട് കാണിച്ചു കൊടുക്കും. കാരണം ഇത് ഫുള്ള് വെള്ളയിൽ പതപ്പിച്ചാൽ കൊണ്ടുവരിക, വെള്ളം മുണ്ടൊക്കെ ഇട്ടിട്ട്. അപ്പം ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഫേസ് മാത്രം സെറ്റ് ചെയ്ത് വെക്കും, ബാക്കി എല്ലാം അകത്തോട്ട് കയറ്റി വെക്കും. ഏറ്റവും കൂടുതൽ ഭയാനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ മുങ്ങി മരിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ബലൂൺ പോലെ ആവും ശരീരം. അത് നമുക്ക് അവരുടെ ഫേസിലൂടെ നോക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഹാങ് ചെയ്ത ആൾക്കാരുടെ ചില കേസുകളിൽ അവരിങ്ങനെ ഹാങ് ആയിപ്പോവും. ആ ടൈമിൽ നാക്ക് വെളിയിലായിരിക്കും, ഭയങ്കര ബ്ലൂയിഷ് കളറിൽ നാക്കും കണ്ണും എല്ലാം വെളി. അപ്പോൾ അത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു ബോഡി അവിടെ കൊണ്ട് ചെല്ലുകയാണെങ്കിൽ അറ്റൻഡേഴ്സിൻ്റെ കൂടെ നമ്മൾ നിൽക്കും, കാരണം അത് കെട്ട് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മെയിനായിട്ട് അവരുടെ ഫേസിലൂടെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരവസ്ഥ പോകും. അങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. ഫയർ ആക്സിഡൻസിന്റെ ബേണിങ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിന് എടുത്തിട്ടുണ്ട്. അവർക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രക്ചറെല്ലാം ഒട്ടിയിരിക്കും തൊലി, അത് ഭയങ്കരമാണ്. അത് വാഷ് ഔട്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുപോലെ ഭയങ്കര സ്മെല്ലുമാണ്. അപ്പോൾ നമ്മൾ ഈ പേഷ്യൻറ്റിനെ നമ്മൾ ടാർപോളിനോ ടാർപ്പിലോ അല്ലെ തുണിയിലോ എടുക്കുക. അപ്പോൾ ഇവർ ഒരിക്കലും ഒരിടത്ത് കാമായിട്ട് കിടക്കില്ല, അവർ ഭയങ്കര വെപ്രാളമായിരിക്കും. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളൊന്ന് ഉരുണ്ടടിച്ച് വീണ് കഴിഞ്ഞ് കയ്യിലെ തൊലി പോയി കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞ് സെറ്റാവുന്നവരെ അത് പെയിനാണ്. കാരണം ഇവിടെ നിന്ന് വലിയുമ്പോൾ തന്നെ നമുക്ക് ഉയിര് പോകും. അപ്പോൾ ആ ഒരു തൊലി കരിയുന്ന അവസ്ഥ നിലച്ചു പോയി, അത് ഭയങ്കരമാണ്. അപ്പം അങ്ങനെയുള്ളൊരു പേഷ്യൻറ്റിനെ നമ്മളെടുത്ത് ആംബുലൻസിൽ സ്ട്രക്ചറിൽ കടത്തി കൊണ്ടുപോകുമ്പോൾ കൈയും കാലും ഒക്കെ നമ്മൾ ടൈ ചെയ്തൊക്കെ വെച്ചിരിക്കുക, അതൊക്കെ വലിച്ചൂരും, എല്ലാം വലിച്ചൂരിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കും, ഭയങ്കര നിലവിളിയായിരിക്കും. ഇപ്പോൾ 80% ഒക്കെ വെന്ത ആൾക്കാരൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ പിന്നെയും കുഴപ്പമില്ല. ഈ 30, 25, 30, 40 ശതമാനമൊക്കെ വേവുന്ന ആൾക്കാർ ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുക, പഞ്ഞിക്കെട്ടില്ലേ, അതിൽ പിടിക്കണൊരു ചിലർ കയ്യിൽ കയറി പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മളവരെ എടുക്കാൻ പോകുമ്പോഴത്തെ കൈ കയറി പിടിക്കും. അപ്പോൾ അവരുടെ ആ ഒരു തൊലി മൊത്തം നമ്മുടെ കയ്യിരിക്കും, വെള്ളയിലെ തൊലി, ബ്ലഡും അതെല്ലാം കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞില്ലേ, നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഇപ്പം ആംബുലൻസിൽ മെജോറിറ്റി ഇരിക്കുന്ന ആൾക്കാരും താല്പര്യം കൊണ്ട് കയറുന്ന ആൾക്കാരാണ്, പൈസ മോഹിച്ചിട്ടല്ല. അതെ അതെ അതെ, മെയിനായിട്ടും എല്ലാവരും ഇപ്പോൾ കയറുന്ന മിക്കവരും അങ്ങനെ തന്നെ. പിന്നെ പഠിക്കാൻ കഴിവുള്ള ആൾക്കാർ
സത്യം പറഞ്ഞാൽ വീട്ടിലെ അവസ്ഥ കാരണം പഠിക്കാൻ പോവാതെ ഈ പണിയോടുള്ള ഈ വണ്ടിയോടുള്ള ഇഷ്ടവും ഈ മെഡിക്കൽ ഫീൽഡിനോടുള്ള ഇഷ്ടവും ഈ ആംബുലൻസ് ഫീൽഡിനോടുള്ള ഇഷ്ടവും കാരണം ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരാണ് മെജോറിറ്റി ആയിട്ടുള്ളത്. കാരണം എനിക്ക് തന്നെ ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ചേട്ടാ ആംബുലൻസ് ഓടിക്കാൻ ഏത് ലൈസൻസ് വേണം, ചേട്ടാ ആംബുലൻസ് ഓടിക്കാൻ എങ്ങനെയാണ്, വണ്ടി നോർമൽ ലൈസൻസ് മതിയോ, പിന്നെ പേഷ്യൻ്റിനെ എടുക്കുന്നത് എങ്ങനെയാണ്, അതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒന്ന് മറുപടികൾ പറഞ്ഞേ. ആംബുലൻസ് ഓടിക്കാനായിട്ട് നമുക്ക് ബേസിക് 4 വീലർ ലൈസൻസ് മതി ശരിക്കും പറഞ്ഞാൽ. ഉം. പിന്നെ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സ്ട്രക്ചറാണ്. ഇപ്പോൾ എല്ലാ വണ്ടിക്കും വരുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചറാണ്. അപ്പോൾ ഹൈഡ്രോളിക് സ്ട്രക്ചറിന് 2 സെറ്റ് കാലുണ്ട്, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. അതിന് 2 ലിവർ ഉണ്ടാവും. അപ്പം ഇത് നമ്മൾ ലോഡിങ് അൺലോഡിങ് ലോഡിങ് ചെയ്യുന്ന സമയത്ത് അത് കാലുകൾ മടങ്ങണമെങ്കിൽ ഈ 2 സൈഡിൽ 2 ലിവറാണ്. അപ്പോൾ ഒരു സൈഡ് ഈ സൈഡ് പിടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ലെഗ് ബെൻഡാവും, ഈ സൈഡ് പിടിച്ചാൽ ബാക്കിൽ ലെഗ്. അപ്പം ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ പേഷ്യൻ്റ് താഴെ പോകും. അപ്പം മെയിനായിട്ട് ലോഡിങ് അൺലോഡിങ് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ വേണ്ടത് BLS ട്രെയിനിങ് ആണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പോൾ സ്പോട്ടിൽ വെച്ചിട്ട് നമുക്ക് CPR കൊടുക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെയൊന്നും ആരും ഇപ്പോൾ ചെയ്യാറില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബേസിക് ആംബുലൻസിൽ ഒരിക്കലും നമുക്ക് ഒരു ഡ്രൈവറേ ഉണ്ടാവുള്ളൂ, പിന്നെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഇത്രയും പെട്ടെന്ന് പോകുന്നത്? എല്ലാവർക്കും ഒരു ചോദ്യം അത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം STEMI വന്നൊരു പേഷ്യൻ്റ്, STEMI എന്ന് പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് ആണ്. ആ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ബേസിക്കലി കൊണ്ടുപോവുക. അപ്പം അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബേസിക്കലി ഇത്ര പെട്ടെന്ന് ഇത്ര അടുത്തായതുകൊണ്ട് പോകുന്ന വഴിക്ക് പേഷ്യൻ്റ് കൊളാപ്സായി, അറസ്റ്റായി. അറസ്റ്റായി കഴിഞ്ഞാൽ ഒരാൾ അവിടെ കാർഡിയാക് അറസ്റ്റ് ആയി കഴിഞ്ഞാൽ CPR കൊടുക്കാൻ വേണം. അപ്പോൾ ഈ ഡ്രൈവർക്ക് ഒരിക്കലും എണീറ്റ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി CPR കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ആളെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ കാര്യം. അതുപോലെ തന്നെ സീഷർ അടിച്ചു കഴിഞ്ഞാൽ ചില വീട്ടുകാർ എണീറ്റ് നിന്നിട്ട് നെഞ്ചത്തൊക്കെ അടിക്കും, നെഞ്ചത്ത് പിടിക്കും, തലയിട്ട് കുലുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്രയും ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മാക്സിമം സ്പീഡിൽ പോകുന്നത്. അല്ല, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും സ്പീഡിൽ പോകാൻ കൊതി ഉണ്ടായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ, ഒന്ന് പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പോകുന്ന ഒരു 100-120 സ്പീഡിലാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നവർ 80 വന്നാൽ മതി. എത്രയോ ആംബുലൻസ് ഡ്രൈവേഴ്സ് സത്യം പറഞ്ഞാൽ എത്ര സമയം കൊണ്ട് മരിച്ചെന്നറിയോ? എത്രയോ പേര് നമ്മൾ പാസ്റ്റിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് മരിച്ചു. ഇപ്പം തന്നെ ഒരു EMT മരിച്ചില്ലേ ൂട്ടിലെ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഹൈ റിസ്ക് ആയിട്ടുള്ള ജോലിയാണ്, ഹൈ റിസ്ക് ആണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ പൈലറ്റ് എന്ന് പേരിട്ട് അറിയും? ഇതൊരു 1 വേ ട്രിപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പൈലറ്റ്, ഇപ്പം ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റ് കാര്യം അറിയത്തില്ലേ? അതൊരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പ് അയാൾ മരിക്കുന്നതൊക്കെ അറിയാം. അതേപോലെ കേസാണ് നമ്മൾ. സത്യം പറഞ്ഞാൽ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടാണോ അതോ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥതയാണോ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആണോ, ഇതുവരെയ്ക്കും ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇതുവരെയ്ക്കും ഒരു മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. കാരണം അറിയില്ല, അതെന്താണെന്നറിയില്ല. ചിലരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം മേ ബി.